അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവ്, ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണ്ടക്കളും ഇന്നത്തെ ജീവിതത്തിന്, ഇന്ന് ജനുവരി 28 ചൊവ്വാഴ്ച, ഇന്നത്തെ ദിവസം നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങളെപ്പോലെ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാ മക്കൾക്കും നല്ല അനുഭവങ്ങൾ നൽകി, നല്ല ദൈവസേവനം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ വചനം പറയുന്ന കാലങ്ങൾ മാറി വരുമ്പോൾ നടപടി പുസ്തകത്തിന് 18:25 നീ സംസാരിക്കുന്നു, 17:25 നീ സംസാരിക്കുന്നു. കാലങ്ങൾ മാറി വരുമ്പോൾ, കാലങ്ങൾ മാറിയെന്ന് വരുന്നതനുസരിച്ച് കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്ക്, മെച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ നീ കൈപിടിച്ച് നടത്തുന്നത് നിൻ്റെ ദൈവസേവകത്തിൻ്റെ പരിലാളനയായിട്ട് ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പരിശുദ്ധ അമ്മ സൂക്ഷിച്ചിരുന്ന അതേ ഹൃദയ മൗനങ്ങൾ ഞങ്ങൾക്ക് ആസ്തിയായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഞങ്ങളേക്ക് ആവശ്യിക്കണം. കർത്താവ്, രോഗികളെ ഇപ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം. രോഗികൾ ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം. കർത്താവ്, ജീവിത പ്രശ്നങ്ങളിലും പരാരാബ്ധങ്ങളിലും ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തടസ്സങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കൈകാലുകളെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ചങ്ങലകൾ അഴിഞ്ഞു വീഴുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രമാകണം. കർത്താവിനെ അറിയുന്നതനുസരിച്ച് സത്യം നിങ്ങൾ അറിയുകയും സത്യങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അകമ്പടിയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളെ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി കർത്താവെ സുവിശേഷ മുന്നേറ്റം നടത്താൻ അവരുടെ മക്കളെ ആശീർവദികൾ പ്രാർത്ഥിക്കുന്നു. കുടുംബകലഹമുള്ളവരെ, കുടുംബത്തിൽ കേസിലിരിക്കുന്നവരെ, പറമ്പ് വിറ്റുമാറാത്തവരെ, അതുപോലെ സാമ്പത്തിക ബാധ്യതയുള്ളവരെ, കുഞ്ഞുങ്ങളുടെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന കടകമ്പോളങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും ജീവിതയാത്രകളിലും ഏതിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഭയമുള്ളത്, ആ ഭയങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ഈ നിമിഷം വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കുരിശിൻ്റെ അടയാളത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവികമായ ശക്തികൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശക്തിപ്പെടട്ടെ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതും ഇന്നലത്തെ ദിവസങ്ങളിലെ ദുഃഖാനുഭവങ്ങളെ അപ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലെ നിങ്ങളുടെ ഹൃദയം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റ് നിങ്ങളിലേക്ക് അടിക്കുകയും മേഘങ്ങൾ തുരത്തപ്പെടുകയും ചെയ്യുന്ന, നിങ്ങൾ സ്വതന്ത്രമാകുകയും ചെയ്യുന്ന ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുവാനും കൃപയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കണമേ. ഒന്നിനെയും ഭയപ്പെടാത്ത, ആരെയും കൂസാത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ മുന്നേറ്റം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിന് അവകാശം ഓഹരിയുമാകാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുരിതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നീ ധന്യമാകട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ സ്നേഹതന്ദിർഭരമായ സുവിശേഷ സാക്ഷിയായി മാറട്ടെ.